കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെള്ളിയാഴ്ച ജനങ്ങൾ വിധിയെഴുതുകയാണ്. ഓരോ മുന്നണികളും ഓരോ മണ്ഡലത്തിലും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിനൊന്ന് ശക്തമായി പ്രചാരണവും നടത്തിയിരുന്നു. നിരവധി അഭിപ്രായ സർവേകളാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രവചനങ്ങൾ നടത്തിയത്. ഇതെല്ലാം ഓരോ മുന്നണികൾക്കും പ്രതീക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ കേരളത്തിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ജനങ്ങൾ ആകാംക്ഷയോടെ നോക്കുന്ന ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കുമെന്ന് അഭിപ്രായ സർവേകൾക്ക് പോലും നിശ്ചയമില്ല. അത്തരത്തിൽ കടുത്ത പോരാട്ടം നടക്കുന്ന, ജനങ്ങൾ ആകാംക്ഷയോടെ വിധിയറിയാൻ കാത്തിരിക്കുന്ന 4 മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. തിരുവനന്തപുരം. LDFും UDFും BJPയും ഒന്നിനൊന്ന് ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് തിരുവനന്തപുരത്ത് അണിനിരത്തിയിരിക്കുന്നത്. LDFിന് വേണ്ടി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പന്ന്യൻ രവീന്ദ്രൻ എത്തിയപ്പോൾ UDFിന് വേണ്ടി സിറ്റിംഗ് MP ശശി തരൂരും BJPക്ക് വേണ്ടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും എത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF 3ാം സ്ഥാനത്തെത്തിയ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. ആ നഷ്ടം നികത്താനാണ് ഇക്കുറി പന്ന്യനെ രംഗത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ UDFിന് യാതൊരുവിധ സംശയവുമില്ലാതെ സിറ്റിംഗ് MP ശശി തരൂരിനെ തന്നെ നിർത്തി. വിജയം ഉറപ്പാക്കിയാണ് തരൂർ മത്സരരംഗത്ത് ഇറങ്ങിയത്. BJPയുടെ തുറുപ്പുചീട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 3 പേരും അണിനിരക്കുമ്പോൾ തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത് ത്രികോണ മത്സരം. ആര് വീഴും ആര് വാഴുമെന്നറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ. BJPക്ക് ഇത്രയേറെ സ്വാധീനമുള്ള മറ്റൊരു മണ്ഡലമില്ല. വിജയിക്കുവാൻ മാത്രമല്ല, ഒരു കാരണവശാലും 3ാം സ്ഥാനത്താകാതിരിക്കുവാനുള്ള മത്സരം കൂടിയാണ് 3 മുന്നണികളും ഇവിടെ നടത്തുന്നത്. പ്രത്യേകിച്ച് BJPയും LDFും. അതിനാൽ തന്നെ പത്മനാഭന്റെ മണ്ണിലെ വിജയി ആരെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ജനങ്ങളും. വടകര. ട്വിസ്റ്റുകളും സ്ഥാനാർത്ഥിത്വവും കൊണ്ട് ജനശ്രദ്ധ നേടിയ മണ്ഡലമാണ് വടകര. ഇവിടുത്തെ 3 മുന്നണി സ്ഥാനാർത്ഥികളും ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവർ. LDFിന് വേണ്ടി ശൈലജ ടീച്ചർ എത്തിയപ്പോൾ വിജയമുറപ്പിച്ച മണ്ഡലത്തിൽ ഷാഫിയുടെ വരവോടെ കടുത്ത പോരാട്ടം ജനങ്ങൾ ഉറപ്പിച്ചു. എന്നാൽ BJPക്കായി വടകരയിലെ മണ്ണിൽ വളർന്ന പ്രഫുൽ കൃഷ്ണ എത്തിയപ്പോൾ വടകരയിൽ നിറഞ്ഞു നിന്നത് ആശയക്കുഴപ്പം. ആര് ജയിക്കുമെന്നറിയാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു അഭിപ്രായ സർവേകളുടെ പ്രവചനവും. 3 മുന്നണി സ്ഥാനാർത്ഥികളും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും വടകരയിൽ കടുത്ത മത്സരം നടക്കുന്നത് ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലാണ്. അതായത് LDFും UDFും തമ്മിൽ. ഇരുവർക്കും വൻ ജനസ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് വീഴും ആര് വാഴുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണിവിടെ. കണ്ണൂർ. 2 മുന്നണികളിലെ മുതിർന്ന നേതാക്കൾ ഏറ്റുമുട്ടുന്ന കണ്ണൂരിൽ വിജയ പരാജയം പ്രവചിക്കാൻ കണ്ണൂരിലെ ജനങ്ങൾക്ക് പോലും സാധിക്കാത്ത അവസ്ഥയാണ്. UDFിന് വേണ്ടി K സുധാകരനും LDFിന് വേണ്ടി MV ജയരാജനും ഇറങ്ങിയപ്പോൾ BJP ഇറക്കിയത് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയ C രഘുനാഥിനെ. BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ പോരാട്ടം സുധാകരനും ജയരാജനും തമ്മിലാണ്. അഭിപ്രായ സർവേകൾ പലതും വന്നെങ്കിലും പ്രവചനാതീതമായ രീതിയിലാണ് കണ്ണൂരിലെ പോക്ക്. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ ദിവസം ആര് വിജയിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ജനങ്ങളും. കണ്ണൂരിൽ ആര് ജയിച്ചാലും ഭൂരിപക്ഷം തീരെ കുറവായിരിക്കുമെന്ന കാര്യത്തിൽ നിരീക്ഷകർ ഒറ്റക്കെട്ടാണ്. തൃശൂർ. തിരഞ്ഞെടുപ്പ് ചൂട് വരുന്നതിന് മുൻപേ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമാണ് തൃശൂർ. മറ്റുള്ള സ്ഥാനാർത്ഥികളെക്കാൾ മുൻപ് തന്നെ തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. LDFിനായി മണ്ഡലം തിരിച്ചുപിടിക്കാൻ VS സുനിൽകുമാറിനെ ഇറക്കിയപ്പോൾ തൃശൂരിൽ അവസാന നിമിഷമാണ് പ്രതാപനെ വെട്ടി K മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയത്. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ തൃശൂരിലേക്കായി. ഇത്രയും കടുത്ത പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലം കേരളത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം. 3 സ്ഥാനാർത്ഥികളും ജനങ്ങൾക്ക് വളരെയേറെ പ്രിയപ്പെട്ടവർ. പല അഭിപ്രായ സർവേകൾ വന്നപ്പോൾ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പ്രവചിച്ചിരുന്നു. BJP അക്കൗണ്ട് തുറക്കുന്ന മണ്ഡലം തൃശൂരാണെന്നും പ്രവചനമുണ്ടായിരുന്നു. എന്നാൽ ചില സർവേകളിൽ വിജയം മുരളീധരനും ചിലതിൽ വിജയം സുനിൽകുമാറിനും പ്രവചിച്ചപ്പോൾ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലായി. കേരളത്തിൽ കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. ഇതുവരെയും ഇവിടെ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ. കേരളത്തിലെ ജനങ്ങൾ വോട്ടെണ്ണൽ ദിവസം ആദ്യം അറിയാൻ ആഗ്രഹിക്കുന്നത് തൃശൂർ മണ്ഡലത്തിലെ വിധിയായിരിക്കുമെന്നതിൽ സംശയമില്ല. ഏറ്റവും ഒടുവിൽ തൃശൂർ പൂരം കുളമാക്കിയതുപോലും സ്ഥാനാർത്ഥികളുടെ വിജയത്തെ ബാധിക്കുന്ന ഒന്നായിരിക്കുകയാണ് തൃശൂരിൽ.